ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ 2 കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇതിലെ ചാപ്റ്റർ 2 ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ക്വാളിറ്റി എന്നും വാട്ട് ആർ ദ ഡൈമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ക്വാളിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി എന്ന് നോക്കാം. അപ്പോൾ ക്വാളിറ്റിക്കില്ലേ ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഇല്ല. കാരണം പല പല ആൾക്കാരും പല പല ഇത് പറയുന്നുണ്ട്. ക്വാളിറ്റി ഈസ് ഫ്രീ, ക്വാളിറ്റി ഈസ് എന്താണ് കൺഫോമൻസ് ടു ദ സ്പെസിഫിക്കേഷൻ, ക്വാളിറ്റി ഈസ് എ ഹാബിറ്റ്, അങ്ങനെയൊക്കെ കുറേ പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കതല്ല ആവശ്യം. ഓക്കെ, സോ കോമൺലി എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ്. അല്ലാണ്ട് വാട്ട് ഈസ് ക്വാളിറ്റി അങ്ങനെ ഡെഫിനിഷൻ അല്ല. നമുക്ക് കോമൺ വാട്ട് ഡു യു മീൻ ബൈ ക്വാളിറ്റി, കോമൺ ജനറലി എന്താണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ്, ക്വാളിറ്റി ഈസ് കൺസേൺഡ് വിത്ത് 5 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഈസ് കൺസേൺഡ് വിത്ത് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ. അതായത് ഏതൊരു പ്രൊഡക്റ്റിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ആ സ്പെസിഫിക്കേഷനായിട്ട് കൺഫോം ചെയ്യുവാണെങ്കിൽ, അതായത് ആ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യണം, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബൾബ് വാങ്ങിക്കുമ്പോൾ ബൾബിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 60 വാട്ട് ബൾബ് എന്നാണ്. പക്ഷേ അത് 50 വാട്ട് ബൾബേ ഉള്ളൂ. 50 വാട്ട് ഡെലിവറി, ആ ബൾബ് ഡെലിവറി ചെയ്യണത് ജസ്റ്റ് 50 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് ഇറ്റ് ഈസ് നോട്ട് ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കൺഫോം ടു ദ സ്പെസിഫിക്കേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ എഴുതിയേക്കണം 1 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ടെന്ന് എഴുതിയിട്ട് നമ്മളത് തൂക്കി നോക്കുമ്പോൾ 1 ലിറ്റർ ഇല്ലെങ്കിൽ വിച്ച് മീൻസ് അത് ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല, because it is not conforming to the specification. So first and the foremost thing of a product to be quality product is that the product should conform to the specification. എന്താണോ പ്രൊഡക്റ്റ് സ്പെസിഫൈ ചെയ്യണത് അതുമായിട്ട് മീറ്റ് ചെയ്യണം, അതുമായിട്ട് കൺഫോം ചെയ്യണം. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, ഫിറ്റ്നസ് ഫോർ യൂസ്. ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഫിറ്റ് ഫോർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പറയാം 2 കാറ്, മാരുതി സ്വിഫ്റ്റ് ഉണ്ട്, മഹീന്ദ്ര താർ ഉണ്ട്, അല്ലെങ്കിൽ മാരുതിയുടെ തന്നെ ജിംനി ഉണ്ട്. 2 പ്രൊഡക്റ്റും ഇതിലേതാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് അങ്ങനെ വെറുതെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ രണ്ട് കാറും നല്ലതാണ്, പക്ഷെ നമ്മളുടെ യൂസ് എന്ന് പറയുന്നത് ഓഫ് റോഡിങ് പർപ്പസ് ആണെങ്കിൽ നമുക്ക് പറയാം ഏതാണ്. ഓഫ് റോഡിങ് പർപ്പസ് ആണെങ്കിൽ ജിംനിയാണ് കുറച്ചും കൂടെ നല്ലത്, ജിംനിയാണ് ബെസ്റ്റ്. ബിക്കോസ് സ്വിഫ്റ്റ് കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണോ നമ്മളുടെ യൂസ് അതിന് ഫിറ്റ് ആയിരിക്കണം പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? അത് കസ്റ്റമർ അനുസരിച്ചിരിക്കും. കസ്റ്റമറിൻ്റെ യൂസ് എന്താണോ അതിന് ഫിറ്റ് ആയിരിക്കണം ആ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഓഫ് റോഡിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഇറക്കമാണ് ഒരു വെഹിക്കിൾ എങ്കിൽ അത് ആ യൂസിന് ഫിറ്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? മാരുതി സ്വിഫ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, മാരുതി സ്വിഫ്റ്റ് ഓഫ് റോഡിങ്ങിന് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ? കാരണം മാരുതി തന്നെ പറയണില്ല സ്വിഫ്റ്റ് ഓഫ് റോഡിങ് വെഹിക്കിൾ ആണെന്ന്. പക്ഷേ ജിംനി ഓഫ് റോഡിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞാണ് അവർ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഇഷ്യൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഫിറ്റ്നസ് ഫോർ എന്ത് യൂസാണോ ഇൻറ്റൻറ്റ് ചെയ്യണത് അതിന് ഫിറ്റ് ആയിരിക്കണം പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ക്വാളിറ്റി ഈസ് കൺസേൺഡ് വിത്ത് വാല്യൂ ഓഫ് പ്രൈസ് പെയ്ഡ്. ഇപ്പം നമ്മൾ സെയിം ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രൈസ് സെൻസിറ്റീവ് സാധനമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. 2 പ്രൊഡക്റ്റ്, അതിൽ ഇപ്പോൾ കോഫി, ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണം മീഡിയം സൈസ് കോഫിയാണ്, അതിന് 60 രൂപ. ഓർ ലാർജ് സൈസ് കോഫിക്ക് 90 റുപ്പീസേ ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഓക്കെ, ലാർജ് സൈസിന് ഡബിൾ പ്രൈസ് വന്നില്ല, ജസ്റ്റ് കുറച്ച് കൂടുതൽ കൊടുത്താൽ ലാർജ് സൈസ് കിട്ടും. അപ്പോൾ ആൾക്കാർ പെർസീവ് ചെയ്യണത് എന്താണ്? ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ നല്ല പ്രൊഡക്റ്റ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് അതിനേലും കൂടുതൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യും ഇറ്റ് ഈസ് എ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, സോ ക്വാളിറ്റി ഈസ് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ, ഫിറ്റ്നസ് ഫോർ യൂസ് ആൻഡ് വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ്. നെക്സ്റ്റ്, ക്വാളിറ്റി ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് സപ്പോർട്ട് സർവീസ്. നിങ്ങൾക്കറിയാം മാരുതി ബലേനോ ഉണ്ട്, ടൊയോട്ടോ ഗ്ലാൻസേ ഉണ്ട്. എക്സാക്ട്ലി സെയിം കാറാണ്. മാരുതി ബലേനോയും ടൊയോട്ടോ ഗ്ലാൻസയും രണ്ട് സെയിം കാറാണ്. പക്ഷെ ആൾക്കാർ പലരും പെർസീവ് ചെയ്യണത് ടൊയോട്ടോ ഗ്ലാൻസേ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാൻസ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൊയോട്ടയുടെ സർവീസ് ഒക്കെ കിട്ടും.
ക്ലിയർ അല്ലേ? സപ്പോർട്ട് സർവീസ് ടൊയോട്ട എന്ന് പറഞ്ഞത് സർവീസിൽ നമ്പർ 1 ആണ്. അപ്പോൾ ആ ടൊയോട്ടയുടെ സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പെർസീവ് ചെയ്യണത് മാരുതി ബലേനോയിലും കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റിയാണ് ടൊയോട്ട. ആക്ച്വലി പ്രൊഡക്റ്റ് സെയിം, പക്ഷേ അതിൽ വ്യത്യാസം വരാൻ പോണത് സപ്പോർട്ട് സർവീസാണ്. ക്ലിയർ അല്ലേ? സോ ക്വാളിറ്റി ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് സപ്പോർട്ട് സർവീസസ്. ആൻഡ് നെക്സ്റ്റ് വൺ, സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ ഫോണിൻ്റെ കേസ് വാങ്ങിക്കുകയാണ്. നമ്മളത് സാധാരണ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ 150 റുപ്പീസ് ആണെന്ന് വിചാരിക്കും. ഇതേ സെയിം സാധനം നമ്മൾ ലുലു മോളിൽ പോയി ചിലപ്പോൾ 300 റുപ്പീസോ അല്ലെങ്കിൽ 500 റുപ്പീസോ കൊടുത്തോ വാങ്ങിക്കും. ബിക്കോസ് സെയിം സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒരു മൊബൈൽ കേസ് മേടിക്കാൻ വേണ്ടി ലുലുവിൽ പോകുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് തോന്നും, ഓക്കെ ഈ പ്രൊഡക്റ്റിന് കുറച്ചും കൂടി എന്തുണ്ട്, ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നും. സോ ക്വാളിറ്റി ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ. അതായത് ആൾക്കാരുടെ ഇവാലുവേഷൻ, ജഡ്ജ്മെൻ്റ് ഒക്കെ ബേസ് ചെയ്ത് ജഡ്ജ്മെൻറ്റ് ആൾക്കാരുടെ സൈക്കോളജി അത് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദി ക്വാളിറ്റി. വാട്ട് ഇസ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഡെഫിനിഷൻ പറയാനില്ല. നമ്മൾ ഇതാണ് പറയുന്നത്, ക്വാളിറ്റി ഈസ് കൺസേൺഡ് വിത്ത് ഈ 5 കാര്യങ്ങൾ പറയുക: കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ, ഫിറ്റ്നസ് ഫോർ യൂസ്, വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ്, സപ്പോർട്ട് സർവീസസ് ആൻഡ് സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ. ക്ലിയർ അല്ലേ? ഇനി വാട്ട് ആർ ദ ഡൈമെൻഷൻസ് ഓഫ് ക്വാളിറ്റി ഫോർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ വേഴ്സസ് സർവീസ് ഓർഗനൈസേഷൻ? എങ്ങനെ ക്വാളിറ്റി മെഷർ ചെയ്യും? ക്വാളിറ്റി മെഷർ ചെയ്യണ്ടേ? എങ്ങനെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ, നമ്മളുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ മെഷർ ചെയ്യും? അത് ഡിഫറെൻ്റ് ആണ്. സർവീസ് ഓർഗനൈസേഷൻ എങ്ങനെ അവർക്ക് പ്രൊഡക്റ്റ് അല്ലല്ലോ, അവർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഹൗ വിൽ സർവീസ് ഓർഗനൈസേഷൻ അസസ് അല്ലെങ്കിൽ മെഷർ quality of their service, and how a manufacturing company will measure quality of their product? എങ്ങനെ മെഷർ ചെയ്യും? സോ ആദ്യം നമുക്ക് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ്റെ നോക്കാം. അത് കുറച്ചും കൂടി ഈസിയാണ്. സോ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ മെഷർ ചെയ്യണത് ഫസ്റ്റ് വൺ, ഇത് മോസ്റ്റ്ലി സെയിം ആണ്, നമ്മളിവിടെ പറഞ്ഞതുമായിട്ട് കുറച്ച് സെയിം ആണ്. കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ, നേരത്തെ ബൾബിൻ്റെ കേസ് പറഞ്ഞ പോലെ എന്താണോ സ്പെസിഫൈ ചെയ്യുന്നത് അതിനോട് പ്രൊഡക്റ്റ് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ക്വാളിറ്റി. അതൊരു ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ളൊരു ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു യാഡ് സ്റ്റിക്ക്. എങ്ങനെ നമ്മളത് മെഷർ ചെയ്യേണ്ട എന്തെങ്കിലും രീതിയിൽ ഈ സാധനം ക്വാളിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, അത് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് യാഡ് സ്റ്റിക്കാണ്. അതിനെയാണ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ. സെക്കൻഡ് പെർഫോമൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ, ഓഫ് റോഡ് പർപ്പസ് ആണോ, എന്താണ് ആ പർപ്പസ്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അത് പെർഫോം ചെയ്യുന്നുണ്ടോ. തേർഡ് റിലയബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. നമുക്ക് ഈ പ്രൊഡക്റ്റ് റിലയബിൾ ആണോ, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട്. വാട്ട് ആർ ദി അഡീഷണൽ ഫീച്ചേഴ്സ്, ഈ പ്രൊഡക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാം. ഡ്യൂറബിലിറ്റി, ലോങ് ടേമിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡ്യൂറബിൾ ആണോ, ഇത് ടൈം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ. ആൻഡ് ലാസ്റ്റ് വൺ സർവീസബിലിറ്റി, ഈ പ്രൊഡക്റ്റ് റിപ്പയറബിൾ ആണോ, സർവീസബിൾ ആണോ. സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യണത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും സർവീസ് ഓർഗനൈസേഷനിൽ പറ്റത്തില്ല. മനസ്സിലായോ? പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ, പ്രൊഡക്റ്റിന് എന്ത് ഫീച്ചർ ഉണ്ട്, പ്രൊഡക്റ്റ് ഡ്യൂറബിൾ ആണോ, ഇതൊന്നും പറ്റില്ലല്ലോ, ഇങ്ങനെയൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ഹൗ ഡസ് എ സർവീസ് ഓർഗനൈസേഷൻ മെഷർ quality of its service? First one, tangible factors. Okay, tangible factors എന്ന് പറഞ്ഞാൽ സർവീസ് ഓർഗനൈസേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ മെഷർ ചെയ്യും? ഇവിടെ അതിൻ്റെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് അപ്പിയറൻസ്. അതായത് ഈ ഷോപ്പിൻ്റെ അപ്പിയറൻസ്, എക്യുപ്മെൻറ്റിൻ്റെ അപ്പിയറൻസ്, സ്റ്റാഫിൻ്റെ അപ്പിയറൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആപ്പിൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ആ മൊത്തത്തിലുള്ള അപ്പിയറൻസ്, ആ ആപ്പിൾ സ്റ്റോർ എങ്ങനെയായിരിക്കും, അവിടുത്തെ സ്റ്റാഫ് എങ്ങനെ വെൽ ബിഹേവ്ഡ് ആയിരിക്കും, അവരുടെ ഡ്രസ്സിങ്, അവരുടെ തന്നെ ഓരോ സാധനങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ്, അതായത് അവരെന്തെങ്കിലും ഒരു ബ്രോഷർ തരുവാണെങ്കിൽ എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈ എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ്, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് സർവീസിന് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതായത് എല്ലാ പ്രാവശ്യവും സെയിം ആയിരിക്കണം, സെയിം റിസൾട്ട് ആയിരിക്കണം. സർവീസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലാണ്ട് ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ നല്ല സർവീസ് പിന്നത്തെ അത് ഡ്രോപ്പ് ചെയ്തു, അങ്ങനെ വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്.
നെക്സ്റ്റ് റെസ്പോൺസീവ്നെസ് ടു കസ്റ്റമർ നീഡ്സ്. അതായത് സർവീസ് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് ഷുഡ് ബി റെസ്പോൺസീവ് ടു കസ്റ്റമർ നീഡ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നീഡ്സ് പറയുവാണെങ്കിൽ, നമ്മളൊരു ഓഡിറ്റ് ഫേമാണ്, നമ്മളപ്പോൾ എന്തെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ പറയുകയാണ്, അല്ലെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും ഒരു നീഡ് പറയുകയാണ്, നമുക്ക് ഇങ്ങനെ വേണം, ബാങ്കിൽ കൊടുക്കാൻ ഇന്ന് വേണം, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഹൗ റെസ്പോൺസീവ് ദ സർവീസസ്, അത് ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ളൊരു ഡൈമെൻഷനാണ്. നെക്സ്റ്റ് ക്വാർട്ടസി ആൻഡ് ഫ്രണ്ട്ലിനെസ് ഓഫ് സ്റ്റാഫ്, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ടൈംലിനെസ് ഇൻ റിസോൾവിങ് കംപ്ലയിൻറ്റ്സ്, നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, സർവീസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ദ കമ്പനി ഈസ് റിസോൾവിങ് ഇറ്റ്സ് കംപ്ലയിൻറ്റ്, എത്ര നാൾ കൊണ്ട് ഇത് കംപ്ലയിൻറ്റ് മാറ്റുന്നുണ്ട്, എത്ര എത്ര പ്രോംപ്റ്റായിട്ട് ആ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നെക്സ്റ്റ് ഒരു ഡൈമെൻഷൻ. ആൻഡ് ലാസ്റ്റ് വൺ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ഈ സെയിം ആണ് കേട്ടോ. ആ സർവീസ് കിട്ടുന്നത് എന്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്, ഓക്കെ, അതായത് നമ്മളുടെ ആ ഫെസിലിറ്റീസും അതൊക്കെയാണ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആ സർവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ, ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക, ആ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ, അതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സർവീസ് ഓർഗനൈസേഷൻ എന്ത് മെഷർ ചെയ്യണത്, ക്വാളിറ്റി മെഷർ ചെയ്യണത്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ ഡൈമെൻഷൻസ് ഓഫ് measuring quality, dimensions of quality for manufacturing versus service organization. Okay, ശരി.